ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഇതുപോലുള്ള സിമെൻറ്റ് കാല് നമ്മളെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറഞ്ഞ ചിലവിലും നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു 1.5 വർഷം മുമ്പേ നമ്മളവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കായ്ഫലമൊന്നും തന്നില്ല. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അതിപ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് ഇപ്പോൾ പുതിയ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമ്മളെ പറമ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാലം ഉപയോഗിക്കണം. അപ്പോൾ ഇനി 2-3 കാലം കൂടി വേണം. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. മുമ്പൊക്കെ ഇതുപോലത്തുള്ള സിമെൻറ്റ് കാലം ഉപയോഗിച്ചിരുന്നത് കമ്പിവേലിക്ക് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് കുരുമുളകിന്, ബുഷ് പേപ്പറിന്, ഡ്രാഗൺ ഫ്രൂട്ടിന്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മറ്റ് വെറൈറ്റികളൊക്കെ ഉണ്ട്. അതിനൊക്കെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ 2 കാലിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് 4 കമ്പിയാണ്. ഇപ്പോൾ ഏറ്റവും വണ്ണം കുറഞ്ഞ കമ്പിയാണ്. പിന്നെ ഇതുപോലുള്ളൊരു സൈഡാണ് നമുക്ക് വേണ്ടത്. ചുമരിൻ്റെ സൈഡോ അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡോ അങ്ങനെയായിട്ട് ഒരു നീണ്ട് കിടക്കുന്ന ഒരു സൈഡ് നമുക്ക് ഇതുപോലെ കിട്ടിയാൽ മതി. പിന്നെ മറ്റ് സൈഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കാണിക്കും. അതിപ്പോൾ സിമെൻ്റ് ഇട്ട് തറയാവരുത്, ഇതുപോലെ മണ്ണുള്ള സ്ഥലമായിരിക്കണം. എന്നെങ്കിലേ നമുക്ക് നമ്മുടെ കാര്യം അതിൻ്റെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മണ്ണുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചു തരുന്നത്. മറ്റു സ്ഥലങ്ങളാണെങ്കിൽ വേറെ രീതിയിലാണ് നമ്മളത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരു 5 ഇഞ്ച് വീതിയിൽ മണ്ണിങ്ങനെ നീക്കി കൊടുക്കണം. ആ സൈഡിലുള്ള നമുക്ക് അവിടെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ മണ്ണിങ്ങനെ ഇതുപോലെ നീക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കമ്പിയുടെ നീളം വെച്ച് അളന്നിട്ട് അതിൽ നമ്മൾ ഇതുപോലത്തെ പീസുകൾ, നമ്മളെ കയ്യിലുള്ള എന്ത് പീസായാലും വേണ്ടിയില്ല, നമ്മളെ മാർബിളിൻ്റെ അല്ലെങ്കിൽ ടൈൽസിൻ്റെ അല്ലെങ്കിൽ മരത്തിൻ്റെ പീസോ ഇതുപോലുള്ള പീസുകൾ ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു 4 ഇഞ്ച് വീതി ആയിരിക്കും ഇപ്പോൾ നമ്മളെ സിമെൻറ്റ് കാലിന് ഉണ്ടാവുക. അപ്പോൾ നീളം ഇപ്പോൾ ആ കമ്പിയുടെ നീളം ഉണ്ടാവും. അപ്പോൾ ഈ 4 ഇഞ്ച് ഒരു 4.5 ഇഞ്ച് വീതി വെച്ചിട്ട് ഈ പീസുകൾ ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുക, ആ കമ്പിയുടെ അറ്റം വരെ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ ഈ 4 ഇഞ്ച് വീതിയിൽ 5 ഇഞ്ച് വീതി ഒഴിവാക്കിയ സ്ഥലത്താണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടത് ഈ വെച്ച മാർബിൾ പീസിൻ്റെ ഈ സൈഡിൽ മണ്ണിട്ട് കൊടുക്കുക. കോൺക്രീറ്റ് ചെയ്യുന്ന സ്ഥലത്തല്ല, നമ്മൾ മറ്റേ സൈഡിൽ മണ്ണിട്ട് അതിനെ ആട്ടം വരാത്ത രീതിയിൽ ഉറപ്പിച്ച് വെക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ 2 കാലിനുള്ള നീളത്തിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഒരു ഇടയിലൊരു ചുവപ്പ് പീസ് വെച്ചിട്ടുണ്ട്, കണ്ടാൽ എനിക്കറിയാം. അപ്പോൾ നീളത്തിൽ അങ്ങനെ അങ്ങോട്ട് അവർ സൈഡ് പിടിച്ച് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഓമക്കായൻ്റെ തണ്ടാണ്. പിന്നെ അതിന് വേണ്ട എംസാൻഡ്, സിമെൻറ്റ്, മെറ്റലൊക്കെയാണ്. 2 കാലിനിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് 3 കിലോ സിമെൻറ്റാണ്. 30 രൂപയാണ് ഇപ്പോൾ അതിന് ചിലവ്. പിന്നെ 4 കമ്പിക്ക് 1.5 മീറ്റർ നീളമുള്ള 4 കമ്പിക്ക് 100 രൂപ. അതാണിപ്പോൾ നമ്മുടെ ചിലവ്. അപ്പോൾ ഇതിനുള്ള മെറ്റൽ ഇപ്പോൾ നമ്മൾ കവർന്നെടുക്കുകയാണ്. എവിടെ നിന്നല്ല, നമ്മളെ മുറ്റത്ത് നിന്ന് തന്നെയാണ്. പക്ഷേ ഇത് വീട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ എടുക്കാനൊന്നും അയക്കില്ല. അപ്പോൾ മെല്ലെ ഇങ്ങനെ കുറേശ്ശെ വാരിയെടുക്കണം. ഇതിപ്പോൾ ആനയൊക്കെ ഇട്ടുള്ള കോൺക്രീറ്റ് ഒന്നുമല്ല, കുറച്ച് മതി. ലേശം അതിൻ്റെ ഒരു മെറ്റൽ ഇട്ടുകണമെന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ വാരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. മെറ്റൽ, മണൽ, സിമെൻറ്റ് എല്ലാം കൂടി മിക്സാക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ മറിച്ച് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 2 കോൺക്രീറ്റാണ് വേണ്ടത്. 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ കുഴച്ചെടുക്കണം. അപ്പോൾ പകുതി സിമെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തുള്ളത്. അത് നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല രീതിയിൽ മിക്സ് ആയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കേണ്ടത്. അതിപ്പോൾ നമ്മളെ വീട്ടിലൊരു സിമെൻറ്റിൻ്റെ പണി നമ്മൾ സ്വന്തമായിട്ട് എടുക്കാത്തവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉറപ്പൊക്കെ വേണം. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനാണെന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലും കുഴച്ചെടുത്തിട്ടൊന്നും കാര്യമില്ല. സിമെൻറ്റൊക്കെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആയെങ്കിലേ നല്ല രീതിയിൽ ഉറപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ട് കുറേശ്ശൊക്കെ അവിടെ ഇവിടെയൊക്കെ മിക്സ് ആകാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആകുന്ന വരെ കുഴച്ചെടുക്കുക. സിമെൻറ്റ് കൂട്ടുന്നിടത്തും കുഴക്കുന്നിടത്തൊക്കെയാണ് ഇതിൻ്റെ ഉറപ്പൊക്കെ ഉണ്ടാവില്ല. പിന്നെ കുഴച്ചെടുത്ത സിമെൻറ്റ് നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഇടയിൽ 2 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇഞ്ചിൽ നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക. മൊത്തം 4 ഇഞ്ചാണ് കോൺക്രീറ്റിൻ്റെ മണ്ണുണ്ടാവൽ. അപ്പോൾ 2 ഇഞ്ച് കവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ 1.25 ഇഞ്ചെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സിമെൻറ്റ് അടിയിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് കമ്പി വെക്കാൻ. അപ്പോൾ 2 ഇഞ്ച് രീതിയിലിങ്ങനെ നമ്മൾ ഈ കോൺക്രീറ്റ് കാലിൻ്റെ എത്ര നീളമുണ്ടോ ആ നീളം വരെ നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക. അത് പരത്തി നന്നായിട്ട് സെറ്റായതിന് ശേഷം, സെറ്റാകുന്ന പറഞ്ഞാൽ വർക്കല്ല, അത് നന്നായിട്ട് എല്ലായിടത്തും നല്ല രീതിയിലൊക്കെ ഗ്യാപ്പിലൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കമ്പിയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട്
നമുക്ക് ഈ ഓമക്കായൻ്റെ തണ്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതെന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടയർ വെച്ച് കൊടുക്കാനുള്ള കമ്പി വെച്ച് കൊടുക്കാനുള്ള ഗ്യാപ്പാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റ് കാലിൻ്റെ തുടക്കത്തിൽ നിന്ന് ഒരു 7 ഇഞ്ചോളം വിട്ടതിന് ശേഷം നമ്മൾ ഈ ഓമക്കായൻ്റെ തണ്ട്, ചെറിയ 2 തണ്ടുകൾ പ്ലസ് രൂപത്തിൽ വെച്ച് കൊടുക്കുക. കൂട്ടണം എന്ന രീതിയിൽ. അതിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെയാണ് നമ്മൾ കമ്പി വെച്ച് കൊടുക്കുന്നത്. 2 കമ്പിയും 1 ഇഞ്ച് 1.25 ഇഞ്ച് ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ നടുവിലായിട്ട് കമ്പി വരണം. കമ്പിക്കൊക്കെ ചെറിയ വളവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ സ്ട്രെയിറ്റ് ആക്കിയിട്ടില്ല, ചുറ്റിക കണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ നമുക്ക് കിട്ടും. അതിപ്പോൾ ഉറപ്പിന് വേണ്ടിയിട്ടൊന്നുമല്ല, അപ്പോൾ സ്ട്രെയിറ്റ് ആക്കി വെക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയായാലും ഇതേപോലെയൊക്കെ കമ്പി വെച്ചതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച സിമൻറ്റ് അതിൻ്റെ മേലെ നന്നായിട്ട് പരത്തി കൊടുക്കുക. 2 ഇഞ്ച് കനത്തിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക. നമ്മൾ അടിയിൽ എന്താണ് ചെയ്തത് അതുപോലെ മേലെ നന്നായിട്ട് 2 ഇഞ്ച് കനത്തിൽ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കോൺക്രീറ്റിൻ്റെ പണി ഇവിടെ പൂർത്തിയായി. ഇനി വേണ്ടത് മഴ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വാഴൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അത് മതിയാവും. പിന്നെ അത് മഴയില്ലെങ്കിൽ എന്നും നനച്ചു കൊടുക്കുക. ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, ഒരു ഉറപ്പ് 5 6 ദിവസം 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പൊന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ട് ഒരു 5 6 ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മളത് പൊക്കി നോക്കുകയാണ്. അപ്പോൾ അതോടെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെയാണ്. നമുക്ക് അതിൻ്റെ തണ്ടിൽ എന്തൊക്കെയാണ് അതിൻ്റെ രൂപങ്ങളൊക്കെ കിട്ടിയതെന്നൊക്കെ നമുക്ക് ഈ കോൺക്രീറ്റ് കാല് പറിച്ചെടുക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇതേപോലുള്ള വീഡിയോകൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. പലരും ഇതേപോലെയൊക്കെ ആവശ്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും, വളരെ തുച്ഛം പൈസ കൊണ്ട്. കാരണം നമ്മൾ 2 കോൺക്രീറ്റ് കാല് വാങ്ങിക്കൊടുന്നാൽ അത് കൊണ്ടുവരാൻ തന്നെ വേണം ഒരു വണ്ടി. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 4 കമ്പി സിമ്പിളായിട്ട് വാങ്ങിക്കൊണ്ടുവരാം. അതിൻ്റെ ശേഷം സിമെൻറ്റും മണലും കുറച്ച് മെറ്റലും ഉണ്ടെങ്കിൽ ശുഭമായി. അപ്പോൾ നമ്മളെ കോൺക്രീറ്റ് കാലൊക്കെ റെഡി ആയിട്ട് കിട്ടി. നമ്മളിപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അപാര വെയിറ്റാണ്. അപ്പോൾ ഒറ്റയ്ക്കൊന്നും പൊക്കാനൊന്നും വയ്യ. ഇനി നാളൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ വെക്കുമ്പോൾ റെഡിയാക്കാം. അപ്പോൾ ഈ ഓമക്കായൻ്റെ തണ്ട് നമ്മൾ വെച്ചത് എന്തിനാണെന്നൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുക. ഇതേപോലെയൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയായാലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതൊക്കെ അറിയാനും ചെയ്യാനും ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന് വെച്ച് കൊടുക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഏതായാലും കാലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.